മൂടില്ല. ഇപ്പൊ ഉള്ളതൊക്കെ അങ്ങ് കഴിച്ചാൽ മതി. നമുക്ക് ഒന്നും വലിച്ചിട്ട് ഒരു കാര്യമില്ല. അത് കഴിച്ചോളണം. ആരും അറിയണ്ട അപ്പൊ എന്നാന്നുള്ളത് കേട്ടോ. നിനക്ക് ഇച്ചിരി മാനസിക ബുദ്ധിമുട്ടില്ല. പിന്നെ അപ്പൊ ഒന്ന് ചോദിക്കുക എന്താ ഇവിടെ പ്രശ്നം. ഏതായാലും അമ്മയല്ലേ തന്നത്. അപ്പൊ അപകടമുള്ളതൊന്നും ആയിരിക്കില്ലല്ലോ. സങ്കടം മാറിയോ? വെള്ളത്തിൽ കുറുക്കേണ്ട. ഗുഡ് മോർണിംഗ്. നല്ല മഞ്ഞണിഞ്ഞ കുളിരുള്ള ഒരു പ്രഭാതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മഞ്ഞിൻ്റെ ആ ഒരു തീക്ഷ്ണതയൊക്കെ കുറഞ്ഞു തുടങ്ങി കേട്ടോ. വേനൽ ആയി തുടങ്ങിയതിൻ്റെ ലക്ഷണമാണ്. അധികം ഒരു വൈറ്റ് കാസ്റ്റ് ഒന്നും ഇപ്പോൾ പ്രഭാതത്തിന് ഇല്ല കേട്ടോ. ഈ കാണുന്ന ഒരു പകിട്ടൊക്കെ ഉള്ളൂ. അമ്മ അവിടെ നിന്ന് സുപ്രഭാതം പറയുന്നുണ്ട്. ചെടിയൊക്കെ നനയ്ക്കാനായിട്ട് ഇറങ്ങിയതാണ്. അമ്മയുടെ വാടാമുല പ്രത്യേകം ഒന്ന് ഫോട്ടോഗ്രാഫി ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്നാ അമ്മ സ്ലിപ്പേല് മറന്നുപോയത് എഴുതണേ? മറന്നുപോയതല്ല, തീർന്നത്. നല്ല ഭംഗിയുണ്ടല്ലോ. ഞാൻ മറന്നുപോയത് എന്നാന്നറിയാമോ? ക്യാബേജ്. ഇന്ന് എന്നാക്കിയാ മതില്? അല്ല, ഇന്ന് എന്നാക്കിയാ പാല്, കിച്ചണില് തീർന്ന സാധനങ്ങൾ. ക്യാബേജ്, ബീൻസ്, അത്രേ ഉള്ളൂ. ബ്രെഡ് നാളെ മതി. ഇന്ന് 3 പാല് സ്റ്റോർ ചെയ്യും. സൺഡേ അപ്പക്ക് 2 സ്ഥലത്ത് കല്യാണത്തിന് പോകാനുള്ളത് കൊണ്ട് സൺഡേ പാല് ബൈ ചെയ്യൂല. അപ്പൊ നാളെ പാല് കൂടുതൽ മേടിക്കും. അപ്പൊ ഇന്ന് അതുകൊണ്ട് 3 മതി പാല്. 3 മതി. 2 ദിവസത്തേക്കാ പാല് മേടിച്ച് വെക്കാറ്. 2 ദിവസത്തേക്ക് 4 കവറാ മേടിക്കുന്നത് ഇവിടെ. ഞാൻ ഞങ്ങളുടെ കാര്യം പറഞ്ഞതാട്ടോ. അപ്പൊ പിന്നെ വീക്കെൻഡിൽ കൂടുതലുണ്ടാവും. കുറെ ഒഴിക്കലും നല്ല പരിപാടികളുണ്ട്. ഷൂട്ടിംഗ് പരിപാടി എങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട്. ഇന്ന് നീ കരുതുവേ റാഗിയുടെ കവറൊക്കെ പൊട്ടിക്കുന്നില്ല. ഞാൻ ഡപ്പയിലിട്ടൊന്നും വെച്ചിട്ടില്ല. റാഗിയുടെ പാക്കറ്റിൽ തന്നെ റാഗി പൗഡർ ഇരിക്കും കേട്ടോ. എന്നിട്ട് ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിലേക്ക് ഇട്ട് വെച്ചേക്കോ, റബ്ബർ ഇട്ടേച്ച്. അപ്പൊ നീ ഓർക്കും റാഗി എടുക്കണോണ്ട് ഓ റാഗി കുറുക്കായിരിക്കും എന്നാ രാവിലെ തരാൻ പോണേന്ന. കുറുക്കല്ലേ? അപ്പൊ കുറുക്കൊക്കെയാണ്. അത് ഏത് കുറുക്കാന്ന് കണ്ടോ. 2 സ്പൂൺ റാഗി എടുക്കണ്ട. കുറുക്ക് കഴിക്കാൻ എനിക്കൊരു മൂടില്ല. ഇപ്പൊ ഉള്ളതൊക്കെ അങ്ങ് കഴിച്ചാൽ മതി. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഉണ്ടാക്കണ രാവിലത്തെ പരിപാടി കഴിച്ചോളണം. അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഞാൻ ചെയ്തു അത് കഴിച്ചോളണം. മുഖമൊന്നും വലിച്ചിട്ട് ഒരു കാര്യമില്ല. അത് കഴിച്ചോളണം. അപ്പൊ ഇത് കുറുക്കൊന്നും ഉണ്ടാക്കാം. ആദ്യം നീ കഴിച്ചില്ലെങ്കിൽ ഞാൻ കഴിക്കാം. മധുര ഇടാതെ ഞാൻ ഉണ്ടാക്കണം. കേട്ടോ? കേട്ടു. മധുര ഇടാതെ ഉണ്ടാക്കുമ്പോ നീ ഓർക്കും ഇനിയിപ്പൊ അത് ആകെ പ്രശ്നം. മധുര ഇടാതെ കഴിക്കാനായിരിക്കും എന്ന് വിചാരിക്കും. നിനക്കിപ്പോ മധുര ഇടാതെ കഴിക്കേണ്ട ആവശ്യമില്ല. നീ പിന്നെ ഇടയ്ക്ക് ഇടയ്ക്ക് നീ മധുര സാധനങ്ങൾ ഒരുപാട് കഴിക്കുന്ന ദിവസങ്ങളിൽ നീ പറയാറില്ലേ വിത്തൗട്ട് ചായയും ചായ കുടിക്കാറില്ലോ, കാപ്പി എടുക്കുമ്പോ വിത്തൗട്ട് കുടിക്കാറുണ്ടെന്ന്. അപ്പൊ ഞാൻ സ്വല്പം വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇപ്പൊ എന്നെ കാണിക്കാൻ പോണേന്ന് കണ്ടോട്ടോ. ഇപ്പൊ കാണിക്കാൻ പോണ സ്ഥിരം കാണുന്ന കാര്യങ്ങൾ തന്നെയാ. ഇന്ന് വെള്ളത്തിലാ. അതിന് ഒരു പ്രത്യേക കാരണമുണ്ട്. അതിപ്പൊ നീ അറിയണ്ട, ആരും അറിയണ്ട അപ്പൊ എന്നാന്നുള്ളത് കേട്ടോ. ഈ കട്ടയൊക്കെ ഒന്ന് അലിപ്പിക്കട്ടെ കേട്ടോ. കട്ട അലിപ്പിച്ച് നമുക്ക് കുറുക്കാക്കാം. വെള്ളത്തിലെ കുറുക്ക് കേട്ടോ. വെള്ളം മിക്സ് ചെയ്തിട്ടുള്ള റാഗി കുറുക്ക. ഇച്ചിരി ഒരു പൊടിക്കില്ലേ ഉപ്പ് ചേർത്തേക്കാം. അത് തരി മതി കേട്ടോ. തരി മതി. ഒരു പൊടിക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇച്ചിരിയോടെ വെള്ളം ഒഴിക്കണം. കാരണം റാഗി വെന്ത് കിട്ടണ്ടേ. ഇത് മതിയോ? ഇരുന്ന് ശരിയാവൂല. ഇതങ്ങ് മാറ്റാം. എന്നിട്ട് ഇവിടെ വയ്ക്കാം. നമുക്കൊന്ന് കുറുക്കിയെടുക്കാം. കുറുക്കിയിട്ട് അത് തണുക്കാൻ അനുവദിക്കണം. അതിനുശേഷം ഞാൻ ഉദ്ദേശിക്കുന്ന സംഭവം നടക്കോളൂ. അതല്ലേ ഞാൻ പറഞ്ഞ പരിപാടി എന്നാന്ന്. ഏതായാലും അമ്മയല്ലേ തന്നത്. അപ്പൊ അപകടമുള്ളതൊന്നും ആയിരിക്കില്ലല്ലോ. എനിക്ക് ഇഷ്ടപ്പെടും എന്നുള്ള പ്രതീക്ഷയിലാണ് ഉണ്ടാക്കണേ. ഇല്ലെങ്കിൽ ഞാൻ കഴിച്ചോളാം. ഇല്ലെങ്കിൽ ഞാൻ കഴിക്കും. ഇതില് പലതും ചേർക്കണം നല്ലതാണ്. ഈ കുറുക്കിന്റെ ഒപ്പം കുറുക്കുണ്ടാക്കി കഴിഞ്ഞിട്ട് ഒരു പരിപാടി ചെയ്യുമ്പോ. പക്ഷെ നമ്മുടെ കയ്യിൽ ഇപ്പൊ പഴമുണ്ട്, പിന്നെ സ്വല്പം
കാഷ്യൂ ഇരിപ്പുണ്ട്. അത് രണ്ടും ഞാൻ ചേർക്കുന്നുണ്ട്. ഈത്തപ്പഴമൊക്കെ ചേർത്താൽ നല്ലതാണ്. അതിപ്പോ ഇവിടെ ഇല്ല. ഞാനത് അങ്ങനെ ഓർത്തില്ല. അല്ലെങ്കിൽ ഇന്നലെ അപ്പ ഷോപ്പിൽ പോയപ്പോ നമ്മുടെ ജോൺസൺ ചേട്ടന്റെ അവിടെ നിന്ന് എടുപ്പിക്കായിരുന്ന ഓർത്തില്ല. അത് ഇന്നലെ രാത്രി കിടന്നപ്പോഴേ ഓർത്ത് ഇത് ഉണ്ടാക്കി കൊടുക്കാന്ന്. ഇഷ്ടപ്പെടുവോ ഇല്ലയോ എന്ന് ആർക്കറിയാം. ഏതായാലും അപ്പൊ സ്മൂത്തിയാണോ ഉണ്ടാക്കാൻ പോണേ? ഓ, അത് കലക്കി, അത് കൊള്ളാം, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. വെറൈറ്റിയാ. ഞാൻ പേര് ഉദ്ദേശിച്ച എന്നാന്നറിയാമോ? റാഗി ഷേക്ക് എന്ന. ഷേക്കല്ല, പഴം ചേർക്കുമ്പോ സ്മൂത്തി ആവൂല്ലേ? എനിക്ക് പേരുമറ്റി അത്ര പിടിപാടില്ല കൊച്ച. ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ പേരുമറ്റി പിടിപാടില്ല. ഞങ്ങളുടെ കാലഘട്ടത്തിലാണെങ്കിൽ അറിയായിരുന്നു. സ്മൂത്തി എന്ന് പറഞ്ഞാൽ പല പല ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുമ്പോഴാണ് സ്മൂത്തി ആവണതല്ലേ? കുറുകി തുടങ്ങിയേ. ഇച്ചിരൂടെ വെള്ളം ഒഴിക്കണം. ഒരു പൊടിക്ക് വെന്ത് വരാനാട്ടോ അത്. അപ്പൊ കൊള്ളാം, സംഗതി തിരക്കേടില്ല. അല്ല, അത് ആയി വരുന്നിട്ട് പറഞ്ഞാ മതി. ഇപ്പോഴേ പറയണ്ട എങ്ങനെ ഇരിക്കും എന്നുള്ളതേ. അപ്പയ്ക്ക് ഇച്ചിരി ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തു നോക്കാം. അപ്പ എന്നാ പറഞ്ഞ അപ്പയ്ക്കില്ലേ ഈ റാഗിയുടെ ഐറ്റം അപ്പയ്ക്ക് എല്ലാ റാഗി കൊണ്ട് ഇഷ്ടം. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാരണം കൂടെ പറയാം. എനിക്ക് കുറുക്ക് മാത്രമേ ഇഷ്ടമുള്ളൂ. എനിക്ക് വട്ടയപ്പൊക്കെ ചുട്ടാലും എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല കേട്ടോ. അതും പറയല്ലോ. റാഗി ഹൽവ ഇഷ്ടമാണ്. നമ്മൾ ഉണ്ടാക്കിയില്ലേ, എന്റെ ഉഗ്രന. എന്റെ അമ്മച്ചിയുടെ വീട്ടിലും ഈ റാഗിയുടെ കൃഷിയുണ്ട്. ഞങ്ങളുടെ സ്വന്തം വീട്ടിലില്ലായിരുന്നു. അപ്പൊ ഞങ്ങള് അമ്മച്ചിയുടെ വീട്ടിൽ ചെല്ലുമ്പോ ഈ വേനൽക്കാലത്ത് അവിടെ ഇങ്ങനെ ഈ ഇഞ്ചിയൊക്കെ നടുമ്പോലെ ഏതാണ്ട് വാരത്തേലാന്ന് തോന്നുന്നത്. ഈ അവിടെ പറയുന്ന ചോനാട്ടുപുല്ലെന്നാ. അതിങ്ങനെ കൃഷി ചെയ്ത് വെച്ചത് എടുത്ത് അരിയൊക്കെ എടുത്തത് പൊടിച്ച് ശരിയാക്കി തരും ഇങ്ങനെ കുറുക്ക. പിന്നെ ആ അമ്മച്ചിയുടെ അമ്മ വട്ടയപ്പം ചുടുവായിരുന്നു. എനിക്കത് അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല. അപ്പൊ ഇവിടെ അപ്പയ്ക്ക് ഇത് താല്പര്യം എന്നാന്ന് വെച്ചാൽ ഇവിടത്തെ അമ്മച്ചിയും വല്യമ്മച്ചി വീട്ടിലെ അമ്മച്ചിയും ഇങ്ങനെ കൃഷി ചെയ്തേച്ച് ഇതും കൊണ്ടുള്ള പല ഐറ്റവും ചെയ്യുമായിരുന്നു. കൂടുതലും അപ്പ പറയണത് ഇങ്ങനെ അപ്പച്ചെമ്പിൽ പുഴുങ്ങി തരുവാന്ന്. പിന്നെ കുറുക്ക് പോലെ ഉണ്ടാക്കൂന്ന് പറഞ്ഞ അന്ന് ഈ പശുകറവയും പാലും ഒക്കെ സമൃദ്ധിയായിട്ടുണ്ടല്ലോ ഇവിടെ. അപ്പൊ അത് കാരണം അപ്പൊ പറഞ്ഞ പാല് കണ്ടമാനം ഒഴിക്കും, പൊടി കുറച്ചിട്ടേച്ച് ഇങ്ങനെ കുറുക്കി എടുക്കുന്നു. പാലിന്റെ ഭയങ്കര ടേസ്റ്റാണ്. അപ്പൊ വിറ്റാമിൻ അല്ലേ ചിലട്ടേന്ന് ഓർത്തായിരിക്കും. അതൊക്കെ ആയിരിക്കും ആരോഗ്യ രഹസ്യം. ജെസ്സിയാൻറ്റി എപ്പോഴും പറയില്ലേ, ഞങ്ങള് നല്ല മധുരവും നല്ല ഇതും കഴിച്ചാ പഠിച്ചേക്കണം, ഒരു വിഷയവും ഇല്ലാന്നോ എന്ന് പറഞ്ഞതുപോലെ അപ്പയ്ക്ക് നന്നായിട്ട് പാലൊഴിച്ച് ഇങ്ങനെ കുറുക്കി ഇത് ആയതുകൊണ്ട് ഈ സംഭവം അപ്പയ്ക്ക് മിക്കവാറും റാഗിയുടെ ആയതുകൊണ്ട് ഇഷ്ടപ്പെടും. കാരണം ഞാൻ പറഞ്ഞില്ലേ ഇവിടെ പല രീതിയിലും ചെറുപ്പം മുതലേ കഴിച്ചേക്കണം. അപ്പൊ കുറുകി വന്നു കേട്ടോ. ഈ പാകത്തിന് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തേ. അത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അടിച്ചെടുക്കാനുള്ളതല്ലേ. ഇനിയിപ്പൊ നമുക്കില്ലേ ഇത് തണുക്കണം. ഞാനൊരു ചെരുവത്തിലേ വെള്ളം വെച്ചേച്ച് വേഗം വെള്ളം വെച്ചേച്ച് ഇതങ്ങ് ഇറക്കി വെച്ച വേഗം തണുത്ത് കിട്ടും. എന്നിട്ട് നമുക്കത് അടിക്കാനുള്ള പരിപാടി നോക്കാം കേട്ടോ. അടിക്കുമ്പോ പാല് ചേർത്ത് അടിക്കണം. നല്ലതായിരിക്കും. ഇത് വേണമെങ്കിൽ പാല് ചേർത്ത് കുറുക്കായിരുന്നു. എല്ലാം പാലാവണ്ടല്ലോ എന്ന് ഓർത്തല്ലേ. ഇതിപ്പതേ എന്നാ കുഴപ്പം? ഒരു കുഴപ്പമില്ല. നമ്മള് വെള്ളത്തിൽ കുറുക്കാറില്ലല്ലോ, നീ പറഞ്ഞല്ലേ. അപ്പൊ സ്മൂത്തി അടിക്കുമ്പോ ഏതായാലും അടിക്കാനായിട്ട് പാല് ചേർക്കണം. അതുകൊണ്ടാണ് ഞാൻ വെള്ളം ഒഴിച്ച് കുറുക്കിയത്. അപ്പൊ ഞാൻ ചെരുവത്തിൽ വെള്ളം എടുത്തുകൊണ്ടൊന്ന് ഇറക്കി വെക്കാം തണുക്കാൻ വേണ്ടി. അപ്പൊ ഞാൻ ഞാലിപ്പൂമ്പഴം എടുക്കാന്ന് ഓർത്ത്. ഞാലിപ്പൂമ്പഴത്തിന്റെ വട്ടി ചെന്ന് നോക്കിയപ്പോ ഞാലിപ്പൂവിന് ഞെട്ട് കിടപ്പുണ്ടോ. അപ്പൊ അതെന്താ അതിനകത്ത് ഞെട്ട് മാത്രം കിടക്കാൻ കാര്യം? 3 പൂച്ചകളുണ്ട്. ഏത് പൂച്ച എടുത്തതെന്നറിയില്ല. ചിലപ്പോ ഈ പറഞ്ഞ പൂച്ചയായിരിക്കും. ചിങ്ങമ്പഴം ഏതായാലും ഇവിടെ സ്ഥിരം കാണും. അതിന്റെ പകുതി ആട്ടോ എടുത്തോളൂ. അതിന്റെ ആവശ്യമുള്ളൂ എന്ന് ഞങ്ങൾക്ക് തോന്നിയത് കൊണ്ട് പകുതി എടുത്തത് 2 ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ച് അരിഞ്ഞെടുക്കുക കേട്ടോ. ഞാലിപ്പൂവനാ നല്ലത്. ഏത്ത ഇരിപ്പുണ്ട്, പക്ഷെ ഏത്ത ഇട്ടാ കൊള്ളൂല. ഏത്ത ഒരുപാട് ഹാർഡല്ലേ, അത് സ്മൂത്തി അടിക്കാൻ പറ്റൂല. ശരിക്കും പൂവന ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ. സ്മൂത്തിക്ക് നല്ലതാ നാടൻ പൂവൻ. ചോരപ്പൂവനൊക്കെ നല്ലതാ. ചോരപ്പൂവൻ അന്ന് അടിച്ചിട്ട് എന്ത് നല്ലതായിരുന്നു ഇത് അടിക്കാൻ. അപ്പൊ ഇതെടുത്തു. ശർക്കര ഇത്രയും ചീകി അത് മതിയാകും. പോരായ്ക വരുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ എടുക്കാം കേട്ടോ. പിന്നെ ഇച്ചിരി കാഷ്യൂ ഇരിപ്പുണ്ട്. ആ കാഷ്യൂ കൂടെ എടുത്തോണ്ട് വരാം. എടുത്തോണ്ട് വരണ്ട, ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. കാഷ്യൂ ഇരിക്കുന്ന കാഷ്യൂ ഇനി എടുത്ത് ഇനി നാളെ വല്ലതും കടയിൽ നിന്ന് മേടിക്കാം. കുറച്ച് ചേർത്തില്ലെങ്കിൽ കൊള്ളൂല്ലോ. അത് കാരണം അപ്പൊ നമുക്ക് തണുത്തോന്നൊന്ന് നോക്കാം. തണുത്തെങ്കിൽ നമുക്ക് അടിക്കാം. നോക്കട്ടെ കേട്ടോ. തണുത്തോ? വെള്ളത്തിലിറക്കി വെച്ച് പച്ചവെള്ളം പോലെ ഇത്രയും പാലൊഴിച്ചാ പോരെ? മതി. പാല് ഒഴിക്കുമ്പോ ഒരു സന്തോഷം, പക്ഷെ പാലില് കുറുക്കാത്തതിലൊരു വിഷമം. സന്തോഷം എന്ന് പറഞ്ഞ പാല് കാണാതെ കിടക്കുവാണ്. എനിക്ക് ദേഷ്യം കോപം ഇരട്ടിക്കും. ബൗൾ എടുത്തോണ്ട് വരട്ടെ. അങ്ങനെ ഇടുവാ. ഇടുന്നതേ
ഈ ശർക്കര ഇവിടെ വെച്ചേച്ച് ബാക്കി ശർക്കര കേട്ടോ. ഞാൻ വിചാരിച്ചു ഞാൻ ഉണ്ടെങ്കിൽ ഇടുവാ. അയ്യോ എന്നാ പിന്നെ അത് കഴിക്കാൻ പറ്റുമോ? ശർക്കര ഉണ്ടതേ. പിന്നെ ഇതേ കാണിച്ചു തരാം. ഹെൽത്തി ആയിട്ടിരിക്കണമെങ്കിൽ വേണമെങ്കിൽ ഹണിയൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. നമ്മളിപ്പോ വേണ്ടല്ലോ, വേണ്ട ശർക്കര മതി എന്ന് പറഞ്ഞോണ്ട് ഞാൻ ശർക്കര ഇടിക്കുന്ന അമ്മേനെ കൊണ്ട്. മറയൂർ ശർക്കര, ഞങ്ങൾ ആ ശർക്കര യൂസ് ചെയ്യണത്. ഡേറ്റ്സും ആഡ് ചെയ്യാം മധുരത്തിന്. ആ ഡേറ്റ്സ് ആഡ് ചെയ്യുമ്പോൾ മധുരവും ഉണ്ടാവും, പിന്നെ അതിന്റെ ഒരു ടേസ്റ്റും കിട്ടും തനതായ. നാച്ചുറൽ ഷുഗർ. ഇനി ഞാൻ കൈ കൊണ്ട് അങ്ങ് വടിച്ചതിലേക്ക് ചേർക്കാം കേട്ടോ. കഴുകിയ കൈയാണ്. മുട്ട എടുക്കാം. കുറുക്ക് നല്ലതാ. നിനക്ക് ഇച്ചിരി മാനസിക ബുദ്ധിമുട്ടില്ലേ പാലില് കുറുക്കാത്തതുകൊണ്ട്? ആ ബുദ്ധിമുട്ട് മാറ്റാൻ പാൽ ഒഴിക്കാൻ പോനാ. അപ്പൊ ആ ബുദ്ധിമുട്ട് മാറിക്കിട്ടും. ആശ്വസിക്കാം. ഒരു കാര്യം ചെയ്യാം, ഒരു സ്വല്പം പാൽ ഒഴിച്ചേച്ച് ഈ ഇത് കിടക്കണോണ്ടൊന്ന് അടിഞ്ഞു വരാൻ ഇച്ചിരി ഇത് വരും, എന്താ കാഷ്യൂ. അപ്പൊ ഒന്ന് അടിച്ചേച്ച് പിന്നെ ബാക്കി പാല് ചേർക്കാം കേട്ടോ. ഈ ഒരു ഗ്ലാസ്സാ നമ്മൾ എടുക്കണം. കുറച്ച് ഒഴിച്ചേച്ച് ഞാനൊന്ന് അടിക്കട്ടെ കേട്ടോ. ശരി. എന്നിട്ട് ബാക്കി ചേർക്കാം. മുളകോ വിവരം മുളക് വേറൊരു കാര്യത്തിന് വേണ്ടി വെച്ചിട്ടുണ്ട്. എനിക്ക് ഇഷ്ടമുള്ള ഒരു സംഗതി ഉണ്ടാക്കാൻ. നിങ്ങൾക്ക് രണ്ടുപേർക്കും അത്ര ഇഷ്ടമില്ലാത്ത. ഓ അപ്പൊ എനിക്ക് വലിയ രസമില്ല. ഒഴിക്കുവാണേ. നീ നമുക്ക് ഭംഗിയായിട്ട് ഇരുന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. ചിലപ്പോ ഇച്ചിരി നേരത്തെ ഇരിക്കും. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഇൻഗ്രീഡിയൻസ് അത് ആഡ് ചെയ്തിട്ടില്ലല്ലോ, ഈന്തപ്പഴമൊന്നും ഇല്ലല്ലോ. ആ ഏത് ഫോമിലാന്ന് വെച്ചാൽ ആ ഫോമിൽ ഇങ്ങനെ എടുക്കുക അല്ലേ? അത്രേ ഉള്ളു പരിപാടി. മധുരമുണ്ട്. അതാണ്. അടച്ചോ എന്നിട്ട് അടിക്കാം. ഒഴിച്ചോളൂ. ഒഴിക്കട്ടെ. കഴിക്കാൻ ധൃതിയായി. അടിപൊളി. നല്ല കുറുക്കലൊക്കെ ഉണ്ട്. ഇത് ഉണ്ടാക്കിയാക്കാം. ഇച്ചിരി ഉള്ളോ? ഇച്ചിരി ഇരുന്ന് എടുത്തോ. വേണ്ട വേണ്ട, എനിക്ക് അത്രയൊന്നും വേണ്ട. അതൊക്കെ കുടിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ ഇരുന്ന് പോവല്ല, കുക്കിംഗ് നടക്കില്ല. പിന്നെ അപ്പൊ ഒന്ന് ചോദിക്കുക എന്താ ഇവിടെ പ്രശ്നം, അതിന്റെ ഇട വരുത്തണ്ടല്ലോ. ഇതൊന്ന് കുടിച്ചു നോക്കിയാ എങ്ങനെയുണ്ട്? ആദ്യം ഞാൻ കുടിക്കട്ടെ എന്നാ. അപ്പയ്ക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. കൊള്ളാവോ? ആ പഴമൊക്കെ ചേർന്നപ്പോ നല്ല ടേസ്റ്റാ. എനിക്ക് ഒരുവിധം കാര്യങ്ങളൊന്നും അത്ര ഇഷ്ടപ്പെടുന്നതല്ല, പക്ഷെ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇപ്പൊ ഉണുമുറി കൊണ്ടുപോയി വെച്ചേച്ച്. അപ്പൊ ഇത് ഒരു ഗ്ലാസ് കുടിക്കണമല്ലോ. അല്ല, ഒരു കാര്യം ചെയ്യാം, നിനക്ക് ആവശ്യമുള്ള കുടിച്ചേച്ചാൽ അടപ്പുകൊണ്ട് മൂടി വെക്കാം. അപ്പൊ കുറച്ച് എന്തായാലും ഇത് കുടിക്കും. എന്നിട്ട് മൂടി വെച്ചേച്ച് പോരെ, നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത് വെച്ച് പോയി ബാലൻസ് വെച്ചോ. അപ്പൊ കുഴപ്പമില്ല, ഒറ്റയടിക്ക് വേണമെങ്കിൽ കുടിക്കണ്ട. റാഗിയും പാലും എല്ലാം കൂടെ ഇത്രയും ബൗളില്ലേ, കുടിക്കാൻ സാധ്യത കുറവാണ്. അപ്പൊ ഞാൻ അവിടെ കൊണ്ടേ വെച്ചേക്കാം. എന്നിട്ട് കുടിച്ചേച്ച് പോരെ. ഇവിടെ ഞാൻ ശുചിയാക്കാം, അടുത്ത പണി തുടങ്ങാം കേട്ടോ. ഓക്കെ. അപ്പൊ ഞാൻ അങ്ങനെ റാഗി സ്മൂത്തിയാണ് ഇന്ന് രാവിലെ കുടിക്കാൻ പോകുന്നത്. അപ്പൊ രാവിലെ ഷൂട്ടൊക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോഴൊക്കെ ഡിലേ ആവും കേട്ടോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാനായിട്ട്. അപ്പൊ ഇന്ന് പക്ഷെ കഴിക്കാൻ പോണ സ്മൂത്തിയാണ്. ഇത്രയും വലിയ ഗ്ലാസ് ഒന്നും ഞാൻ ഒറ്റയടിക്ക് കുടിക്കില്ല, കുറച്ചായിട്ട് എന്തായാലും കുടിക്കുള്ളൂ. നല്ല രുചിയുണ്ട്, എനിക്ക് ഒത്തിരി ഇഷ്ടമായി. മധുരം വേണമെങ്കിൽ ലേശം കൂടി ആകാം, പക്ഷെ ശർക്കര ആയതുകൊണ്ട് ഞാൻ ഇനിയും ആഡ് ചെയ്യാൻ പറയുന്നില്ല. ഡേറ്റ്സ് ആണെങ്കിൽ കുറച്ചും കൂടി നല്ല നാച്ചുറൽ ഷുഗർ അല്ലേ, അപ്പോൾ അതാകുമ്പോൾ കുറച്ചും കൂടി ഹെൽത്തി ആയിരിക്കും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. പക്ഷെ സ്റ്റിൽ നല്ല രുചിയുണ്ട്. നല്ല റിച്ച് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് ഓൾ ടുഗദർ എനിക്ക് ഇഷ്ടപ്പെട്ടു. റാഗി കുറുക്കിനേക്കാളും നല്ലതാ. സാധാരണ നമ്മൾ റാഗി പാലൊക്കെ ചേർത്ത് കുറുക്കൂലേ, അതിനേക്കാളും നല്ലതാ. പഴവും കുറച്ച് കാഷ്യൂം ഒക്കെ ആഡ് ചെയ്യുമ്പോഴേക്കും ഒരു പ്രത്യേക ഫീലാ. സങ്കടം മാറിയോ? വെള്ളത്തില് കുറുക്കേ മാറി പാലില് കുറുക്കും, പാല് ചേർത്ത് അടിക്കും. ഡേറ്റ്സ് ഇട്ടില്ല, കാഷ്യൂം, പിന്നെ നമ്മൾ എന്നാ ചേർത്തത് പഴം എല്ലാം കൂടെ ചേർക്കുമ്പോ കൂടുതൽ റിച്ച് ആവും. അതുകൊണ്ടാണ് ഞാൻ കുറുക്കിയത് വെള്ളത്തിലാക്കിയത്. പിള്ളേർക്കൊക്കെ കൊടുക്കുവാണെങ്കിൽ വേണമെങ്കിൽ രണ്ടും പാല് തന്നെ യൂസ് ചെയ്യാം. നമ്മളെ സംബന്ധിച്ച് അത്ര ആവശ്യമില്ലോ എന്ന് ഓർത്ത് അങ്ങനെ ചെയ്തത്. പക്ഷെ വെരി ടേസ്റ്റി, നല്ല രുചിയുണ്ട്. അമ്മയ്ക്കും ഒത്തിരി ഇഷ്ടമായി എന്നാ പറഞ്ഞത് കേട്ടോ.
അപ്പം ഇതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ചേരുന്ന അഡീഷൻസ് ഒക്കെ ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ടേസ്റ്റിയർ ആകും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ എനിവേസ് ഞാനിത് കഴിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് അടുത്ത ഷൂട്ടുണ്ട്. അടുത്ത ഷൂട്ടിലേക്ക് പോകാൻ പോണം. അപ്പൊ ഇച്ചിരി കുടിച്ചോ, ഇച്ചിരി കുടിച്ചോ. നല്ല ഇത് കുടിച്ചോളാം, നല്ല രുചിയാ. അപ്പയ്ക്ക് റാഗി ഐറ്റംസ് എല്ലാം ഭയങ്കര ഇഷ്ടാ. ഇതൊന്ന് കുടിച്ചു നോക്കിയേ, നല്ല ടേസ്റ്റാ. അപ്പയ്ക്ക് എന്തായാലും ഇഷ്ടപ്പെടും, കാരണം അപ്പ റാഗി ഐറ്റംസിന്റെ ഫാനാ. എങ്ങനെയുണ്ട്? അപ്പൊ പറഞ്ഞു മധുരം ഇത്തിരി കുറവാണ് എന്നാണ് പറഞ്ഞത്. ബട്ട് അല്ലാതെയൊക്കെ നോക്കുമ്പോൾ ഇത് അടിപൊളിയാട്ടോ. ഒരു ഫുൾ ഗ്ലാസ് കുടിക്കുകയാണെങ്കിൽ പിന്നെ വേറെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കേണ്ട ആവശ്യമില്ല. അതെ 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 അതെ.